ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതെ, ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മൾട്ടിഗ്രെയിൻ ദോശയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ദോശ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനും പറ്റും. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഉപയോഗിക്കാം. അത് തന്നെയല്ല, ഇത് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് പറ്റിയൊരു നല്ല ഓപ്ഷനും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ ദോശ ഉണ്ടാക്കാനായിട്ടുള്ള പയറും പരിപ്പും പിന്നെ കുറച്ചൊരു അരിയും എല്ലാം കൂടി ഞാനെടുത്ത് സോക്ക് ചെയ്ത് ഒരു 4 മണിക്കൂർ നന്നായിട്ട് കഴുകിയിട്ട് സോക്ക് ചെയ്തെടുത്ത് വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് ഉഴുന്ന്, കടല, ചെറുപയർ, കറിപ്പരിപ്പ്, കപ്പലണ്ടി, പിന്നെ ഒരു 2 ടീസ്പൂണ് ഉലുവയും കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പയറും പരിപ്പ് വർഗ്ഗങ്ങളും നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇത് എന്തോരം പയറും പരിപ്പും ചേർക്കുന്നു അത്രയും ടേസ്റ്റിയും ആയിരിക്കും ഈ ദോശ, അതുപോലെ തന്നെ ഹെൽത്തിയും ആയിരിക്കും കേട്ടോ. എൻ്റെ കയ്യിൽ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്തേക്കുന്നത്. അപ്പം നമുക്കിതിനെ ഇനി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ആദ്യത്തെ പ്രാവശ്യം ഇത് ഇത്രയും ഉള്ളത് കൊണ്ട് ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തേക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം ഞാനിതൊന്ന് അരച്ചെടുത്തു. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ അരച്ചെടുത്തപ്പോഴേക്കും അതിനകത്തേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും വിധം അരിഞ്ഞ് ഇട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഇതിനകത്തേക്ക് അരച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനോട് കൂടി തന്നെ 1 ടീസ്പൂണ് ജീരകം കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇനി അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാവെല്ലാം ഇവിടെ അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 2 പ്രാവശ്യമായിട്ട് എടുത്തത്, രണ്ടാമത്തെ പ്രാവശ്യം അരച്ചതും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഇത് നല്ലതായിട്ട് തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ആ മിക്സിയുടെ ജാറൊക്കെ കഴുകി കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാമേ. ആ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിന് വീണ്ടും ഒന്ന് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ നല്ലൊരു ബാറ്ററായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശയുടെ ബാറ്റർ ഇവിടെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനെ ഒന്നിവിടെ മൂടി വെച്ചിട്ട് ഇപ്പം തന്നെ വേഗം തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് നമ്മളൊന്നും കുറേ നേരം സെറ്റ് ആകാനൊന്നും വെക്കേണ്ട ആവശ്യമില്ലേ. അപ്പോൾ നമ്മൾ ഈ ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് എണ്ണ തടവി നമുക്ക് നമ്മുടെ ദോശ ഇനി ഓരോന്ന് വീതം ഒഴിച്ച് ചുട്ടെടുക്കാം കേട്ടോ. പിന്നെ ദോശയൊക്കെ ആയി വരുന്ന സമയത്തെ നിങ്ങൾ ഈ ചാനൽ കാണുമ്പോൾ ഇതിനകത്ത് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഈ വീഡിയോ ഒക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഇതിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ കൂടെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുവാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരുവേ. പിന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് പറയാനും ഒക്കെ ഒന്ന് ഓർത്തേക്കണേ. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ നല്ല സെറ്റായിട്ട് നല്ല മുരി വരാനുള്ള ദോശയായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിനകത്തേക്ക് കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്തായിരുന്നേ. നല്ലതായിട്ട് മുരിഞ്ഞ ദോശയാണിത്, എല്ലാവർക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ദോശയായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അളവിലുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 15 ദോശയൊക്കെ നമുക്ക് അതിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാനിവിടെ 3 ദോശ മാത്രമേ ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ വീഡിയോയ്ക്ക് ആയതുകൊണ്ട്. അതിന് ശേഷമാണ് ഞാൻ പിന്നെ ബാക്കിയുള്ള ദോശയെല്ലാം ചുട്ടെടുത്തിരിക്കുന്നത്. ഈ ദോശ നമ്മുടെ ചമ്മന്തിയുടെ കൂട്ടത്തിലും മുട്ടക്കറിയുടെ കൂട്ടത്തിലും അല്ലെങ്കിൽ മീൻകറിയുടെ കൂട്ടത്തിലൊക്കെ കഴിച്ചാൽ നല്ലൊരു കോമ്പിനേഷനുമാണ്. പിന്നെ ഇത് നല്ല പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് നമുക്കതൊരു നല്ല ഹെൽത്തി മീലും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ആദ്യത്തെ 3 ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ദോശയുടെ കൂട്ടത്തിൽ ഞാൻ ഇന്നിവിടെ ട്രൈ ചെയ്യുന്നത് മുട്ടയുടെ ഒരു കറിയാണ് കേട്ടോ. ആ മുട്ടക്കറിയും ദോശയും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എന്ത് കറിയാണോ അത് വെച്ച് നിങ്ങൾ ഇത് നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.